ഹലോ, വെൽക്കം ബാക്ക് ടു സരോജിനി അമ്മ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ഡയറ്റ് പ്ലാനിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മളുടെ ഇടയിലുള്ള ആൾക്കാർക്ക് ഫാറ്റി ലിവർ കണ്ടുവരുന്നത് ഒരു അസുഖമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഫാറ്റി ലിവർ നമ്മളുടെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതൊരു ഭയങ്കരമായിട്ട് വിഷമമായിരിക്കും അല്ലേ. ഗ്രേഡ് 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും മനസ്സിനൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. എൻ്റെ ലൈഫിലെന്ന് പറഞ്ഞാൽ എനിക്കല്ല, എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവിന് ഗ്രേഡ് 3 ആയിരുന്നു. പക്ഷേ ഞങ്ങളോട് ഗ്രേഡ് 3 എന്നുള്ളത് പറഞ്ഞില്ല, പകരം ഗ്രേഡ് 2 എന്നാണ് പറഞ്ഞത്. ഗ്രേഡ് 2 ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കാണെങ്കിലും അതിൻ്റെ മക്കൾക്കാണെങ്കിലും ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ യൂട്യൂബ് ചാനൽ കാണുന്നു, അതിൻ്റെ ഇതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം, എങ്ങനെ ഇത് മാറും, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫുൾ നോക്കലായിരുന്നു. അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് തന്നെ പറയാം. ഓക്കെ, ഞാനിപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയണില്ല. അപ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം, ബെറ്റർ റിസൾട്ട് കിട്ടും. ബെറ്റർ റിസൾട്ട് കിട്ടിയെന്ന് തന്നെ പറയണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഗ്രേഡ് 3 ആയിരുന്നു, ഞങ്ങളോട് ഗ്രേഡ് 2 എന്നാണ് പറഞ്ഞത്. 3 മാസം കംപ്ലീറ്റ് ഡയറ്റ് എടുത്തപ്പോൾ ഇന്നലെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഗ്രേഡ് 1 വന്നു. അപ്പോൾ അത്രയും മാറ്റം വന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇതേപോലെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ഡയറ്റ് പ്ലാൻ വേറെ ആരെങ്കിലും ഫോളോ ചെയ്യണമെങ്കിൽ അവർക്കും 100% ഇത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ, നിങ്ങളുടെ കുടുംബത്തിലോ അടുത്തുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഫാറ്റി ലിവറായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, അറിവുകൾ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ലൈക്കൊന്നും ചെയ്യണ്ട കേട്ടോ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ആദ്യം നമുക്ക് ചെയ്യേണ്ട ഒരു ഇതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ആ പേഷ്യൻ്റായ വ്യക്തിയില്ലേ, അയാൾക്ക് ഒരു ഇത് വേണം മനസ്സിന്, എനിക്കിത് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഡയറ്റ് എന്തായാലും ഞാൻ ആ ഡയറ്റ് ഞാൻ ചെയ്തിരിക്കും എന്നുള്ളൊരു ആദ്യം തന്നെ അതിന് മനസ്സിനൊരിത് വേണം. അതൊന്നാമത്തെ കാര്യം, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അല്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല. ഡയറ്റ് പറഞ്ഞിട്ട് ഒരു സാധനം നമ്മൾ 3 മാസത്തേക്ക് അത് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ, എന്നാലേ നമുക്ക് ഈ 100% റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ മനസ്സിന് ശക്തി കൊടുക്കുക, ഞാൻ ഈ ഡയറ്റ് എടുത്താൽ എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറും എന്നുള്ള ഇത് ഫസ്റ്റ് ആദ്യം ഇത് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പഞ്ചസാര, ഉപ്പ്, ഇത് രണ്ടും ഉപേക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ട, പഞ്ചസാര മുഴുവനായിട്ട് ഉപേക്ഷിക്കുക. പഞ്ചസാരക്ക് പകരം മറ്റേ ശർക്കര. ഇപ്പം ശർക്കരയുടെ പൊടി ഇപ്പം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ശർക്കര പൊടി മേടിക്കാം, അല്ലെങ്കിൽ ശർക്കര മേടിച്ചിട്ട് അതിങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മൾ അലിപ്പിച്ചില്ലേ, അങ്ങനെ അതൊരു പാത്രത്തിലാക്കിയിട്ട് ചൂടാറി കഴിയുമ്പോഴത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക. ഒരു ചായ ആണെങ്കിൽ കാപ്പിയൊക്കെ കുടിക്കാൻ നേരത്ത് വേണമെങ്കിൽ ഒരു ഇത്തിരി അതിൻ്റെ അകത്ത് ഈ ശർക്കര പാനി ഒഴിച്ച് അങ്ങനെ കുടിച്ചാലും മതി. കുറച്ച് ദിവസം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമുക്കിത് അസുഖം മാറ്റണമെങ്കിൽ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യണം. പിന്നെ ഉപ്പ്, വൈറ്റ് കളറിൽ ഉപ്പായിരിക്കും എല്ലാവരും യൂസ് ചെയ്യണത്, അത് മാറ്റി പിങ്ക് സോൾട്ടിലോട്ട് മാറുക, അത് ശ്രദ്ധിക്കുക. പിന്നെ വൈറ്റ് റൈസ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. ഇപ്പോൾ വെള്ളച്ചോറായിരിക്കും തിന്നുന്ന ആൾക്കാർ, അത് കഴിക്കരുത്. അതിന് പകരം കുത്തരിയുടെ ചോറില്ല, അതൊരു കുറച്ച് കഴിക്കണമെന്നുള്ള ആൾക്കാർക്ക് അത് കഴിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളത് ഒരിത്തിരി ചോറ് മാത്രം കഴിച്ചാൽ മതി. പിന്നെ ഇഡ്ഡലി, ദോശയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, അതൊന്നും കഴിക്കരുത്. കാരണം അതിൻ്റെ അകത്തും വൈറ്റ് റൈസ് ഉണ്ട്, പിടിയപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ. വൈറ്റ് റൈസ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ ചോദ്യം, അപ്പോൾ വേറെ എന്താ കഴിക്കാനുള്ളത്? വേറെ കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് പാല്, ചായ കുടിക്കാൻ പാടില്ല, പകരം കാപ്പി വല്ലപ്പോഴും കുടിക്കാം. ഇത്തിരി സ്ട്രോങ് കാപ്പി കുടിച്ചാൽ നല്ലതാണ്.
എല്ലാ ദിവസവും രാവിലെ എണീക്കാൻ നേരത്ത് ചായക്ക് പകരം ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ച് അതിൽ മഞ്ഞളിൻ്റെ പൊടി ഒരു ചെറിയ സ്പൂണില്ലേ, ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഇടാം. അതും നമ്മൾ പാക്കറ്റിൽ മേടിക്കണ മഞ്ഞൾപ്പൊടിയില്ല, അതല്ല, മുഴുവൻ മഞ്ഞൾ മേടിച്ച് അത് പൊടിപ്പിച്ചിട്ട് അത് യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. അത് ആ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ അത് ഈ ഗ്ലാസ്സിലിട്ട് വെക്കുക. തിളച്ച പാല് ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ടാവില്ല, അതിലോട്ട് ഒഴിച്ച് ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കലക്കി അത് കുടിക്കുക. അതാണ് കാലത്തേത്. പിന്നെ അത് എല്ലാ ദിവസവും റുട്ടീനായിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ കഴിക്കേണ്ടത് ഒരു മുട്ട, ഡെയിലി എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കുക. ആ നാടൻ മുട്ടയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ആരെങ്കിലും വീട്ടിൽ വളർത്തുന്ന കോഴി ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് മേടിക്കണമെങ്കിൽ അതാണ് നല്ലത്. പിന്നെ വേറെ നിവൃത്തിയില്ല, പുറത്തത്തെ മുട്ട തന്നെ മേടിക്കാൻ പറ്റില്ലെങ്കിൽ ഓക്കെ, അതാണെങ്കിലും മതി. പക്ഷേ ഡെയിലി ഒരു മുട്ട മസ്റ്റാണ്. താറാവാണെങ്കിലും കോഴിയാണെങ്കിലും ഏതാണെങ്കിലും ഒരു മുട്ട കഴിക്കണം. പിന്നെ 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 വേറെ എന്ത് കഴിക്കാം എന്നല്ലേ, പിന്നെ റാഗിയുടെ ഈ വെർമിസിലി മേടിക്കാൻ കിട്ടും, അത് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ കുറുക്ക് വലിയ വലിയ ആൾക്കാർ ചിലപ്പോൾ കുറുക്കൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാനും ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. റാഗിയുടെ വെർമിസിലിയുടെ ഉപ്പുമാവ് കഴിക്കാം. പിന്നെ പയറില്ലേ, പയർ ദോശ ഉണ്ടാക്കാം, ചെറുപയറിൻ്റെ ദോശ. അതെങ്ങനെ ഉണ്ടാക്കണേന്ന് വെച്ചാൽ, കുറച്ച് ആ വ്യക്തിക്ക് മാത്രമല്ല കൊടുക്കണം, നമ്മൾ കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ വ്യക്തിക്ക് മാത്രം എടുക്കുമ്പോൾ കുറച്ച് ഒരു ആ വ്യക്തി സാധാരണ ദോശ എത്ര കഴിക്കണം, അപ്പോൾ 2 എണ്ണമാണോ 3 എണ്ണമാണോ കഴിക്കണതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ക്രോസ് റിലേറ്റീവിനെയും ഇതിട്ടായിരുന്നു രാഗി 2 എണ്ണേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ആ 2 എണ്ണത്തിനുള്ള പയറെടുക്കുകയുള്ളൂ. കുറച്ച് ഇത്രയും മതി. കുറച്ച് പയറെടുത്തിട്ട് രാവിലെ വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ നമ്മൾ എണീക്കില്ലേ, അപ്പോൾ വെള്ളത്തിലിട്ട് ഒരു മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അത് കുതിർന്ന് കഴിയുമ്പോൾ നന്നായിട്ട് കഴുകി അത് മിക്സിയുടെ ചെറിയ ജാറില്ലേ, ആ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരിഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക. അതിൽ ഓട്സ് ഉണ്ടല്ലോ, ഓട്സ് ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സും കൂടി ഇട്ട്, അത് ഓട്സ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഓട്സ് ഇടുക. ഇനി പുളി വേണമെന്നുണ്ടെങ്കിൽ തൈരുണ്ടെങ്കിൽ ഒരു സ്പൂൺ തൈരും കൂടി വേണമെങ്കിൽ ചേർക്കാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്. ആ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇടുക. ഞാൻ പറഞ്ഞേ പിങ്ക് സോൾട്ട് എല്ലാവരും ഇപ്പം അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പം പിങ്ക് സോൾട്ട് മേടിച്ച് കഴിക്കുന്നതാണ് നല്ലത്, കറികളിലൊക്കെ ഇടണത്. അപ്പോൾ പിങ്ക് സോൾട്ട് ഇട്ട് അത് അരച്ചെടുക്കുക. അത് ഇനി പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ദോശമാവിൻ്റെ പരിപ്പില്ലേ, പിന്നെ ഇനി വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അത് മാവ് പോലെ ആക്കി ദോശച്ചട്ടിയിലിട്ട് പരത്തിയെടുക്കാം. കുറച്ച് ടേസ്റ്റിന് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. അത് പിന്നെ അതിനുള്ള കറി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറോ ചമ്മന്തിയോ എന്തെങ്കിലും അല്ല. അപ്പോൾ അതുപോലെ സാമ്പാറോ ചമ്മന്തിയോ എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ ഉണ്ടാക്കി അത് കഴിക്കാം. പിന്നെ വെളിച്ചെണ്ണ കഴിക്കാനേ പാടില്ല. ഈ 3 മാസം ഇങ്ങനെ ഡയറ്റ് ചെയ്ത് നോക്കിയാൽ ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു, ഫാറ്റി ലിവർ നമുക്ക് വേരോടെ നമുക്കത് മാറ്റാം. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തേ ഗ്രേഡ് 3 ആൾ എന്തുകൊണ്ട് ഗ്രേഡ് 1 വേരോടെ മാറ്റായിരുന്നില്ലേ എന്ന് ചോദിക്കാം. അതിനുള്ള ഒരു ഉത്തരം എന്ന് വെച്ചാൽ, ആ വ്യക്തി കുറച്ച് നാൾ വീട്ടിലുണ്ടായിരുന്നില്ല. ഒരു 12-15 ദിവസത്തോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ കൺട്രോളിലല്ല, പുറത്താണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഡയറ്റൊന്നും പോണ സ്ഥലത്ത് വെച്ച് ചെയ്യാൻ പറ്റില്ല, അവിടെയുള്ള ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് വേരോട് മാറ്റാൻ പറ്റും. എന്നാലും ഞങ്ങൾ ഹാപ്പിയാണ്, കാരണം ഗ്രേഡ് 3 ആൾ 1 വന്നല്ലോ. പിന്നെ ഉള്ളത് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ, പിന്നെ സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതൊക്കെ ഈ 3 മാസം നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഇത് പാടെ ഉപേക്ഷിക്കണം. അതിന് പകരം ഒലീവ് ഓയിൽ. ശരിയാണ്, അതിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്, പൈസ കൂടുതലാണ്. നമുക്ക് ബെറ്റർ റിസൾട്ട് വേണോ, ഇത് ചെയ്തേ പറ്റുള്ളൂ.
നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണമെങ്കിൽ കുറേ ഒഴിക്കണ്ട, ഒരു ഇത്തിരി വെച്ചാൽ മതി. ഇപ്പോൾ ആ വ്യക്തിക്ക് മാത്രം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആ വ്യക്തിക്ക് മാത്രം ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ കുറച്ച് ഒലിവിൻ്റെ ആവശ്യമേ വരുള്ളൂ, ഒലിവ് ഓയിലിൻ്റെ ആവശ്യമേ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ ഇത് ചെയ്യാം. ഇനിയുമുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ. അപ്പോൾ